ഹലോ. ഹലോ. എടോ, എന്തോയി? എന്താടോ എനക്ക്? എനിക്കൊന്നുമില്ല. അല്ല, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് എന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്നത് എന്താ? സത്യം പറയും ഞാൻ ചോദിച്ചാല്. നീ ചോദിച്ചാൽ സത്യമല്ലേ പറയോ, കള്ളം പറയോ? എന്നുവെച്ചാല് എന്താടോ എൻ്റെ പ്രശ്നം? എല്ലാരും പറയണ കേക്കോ ഇങ്ങക്ക് എന്നെ ഇഷ്ടമല്ലാന്ന്. ആരാടോ ഈ എല്ലാവരും? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതാദ്യം കണ്ടുപിടിക്കുക കേട്ടോ. ഹലോ. ഓയ്, സത്യം പറയും ഇങ്ങക്ക് എന്നെ ഇഷ്ടം? അന്നല്ലാണ്ട് പിന്നെ ആരെയാടോ ഞാൻ ഇഷ്ടപ്പെട്ടു? അനക്ക് എന്താടോ? സത്യം. അനക്കെന്താ വട്ടായോ? എനിക്ക് പെട്ടെന്നായില്ല. പിന്നെന്തിനു ഈ കാര്യമൊക്കെ ചോദിക്കണ? എന്നെ അല്ലാതെ പിന്നെ ഞാൻ ആരെ ഇഷ്ടപ്പെടുന്ന? വേറെ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നിക്കുന്നു? ഇതുവരെ ഇട്ടില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ? തോന്നിയിട്ടുണ്ടെങ്കിൽ പറയണോ? എപ്പോഴും എന്നെയല്ലേ വിളിക്കുന്നേ, പിന്നെ എങ്ങനെയാടോ വേറൊരാളെ? അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ എനക്ക്? എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. എനക്കാണെങ്കിൽ ഒട്ടും ചിന്തിക്കാൻ കഴിയില്ല അങ്ങനെയുള്ളതൊന്നും. അതെങ്ങനെയാടോ നമ്മൾ ചിന്തിക്കുന്നേ? അതെങ്ങനെ ചിന്തിക്കുക അല്ലെങ്കിൽ? എന്താ ആൾക്കാർ ഇങ്ങനെ പറയണേ? എനക്ക് ചിന്തിക്കാൻ കഴിയുമായിരിക്കും ചിലപ്പോൾ. എനിക്ക് ചിന്തിക്കാനൊന്നും പറ്റത്തില്ല. ഈ ചിന്തിച്ചോണ്ടല്ലേ എന്നോട് ചോദിച്ചത്? അത് ആൾക്കാർ ചോദിച്ചിട്ടല്ലേ? ആൾക്കാർ ചോദിക്കുമ്പോൾ എനക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ടേ എൻ്റെ പൊന്നാര മോളെ? അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെന്താ പ്രശ്നം? എന്നാലൊരു സംശയം തീർത്തണ്ടേ? ഓ, അങ്ങനെ സംശയങ്ങളൊന്നും മനസ്സിൽ വെച്ചിരിക്കാൻ പാടില്ല കേട്ടോ. സംശയം മനസ്സിൽ വെച്ചാലേ ശരിയാവൂല. അത് ചെറുതിങ്ങനെ വളർന്നു വന്നിട്ട് പിന്നെ വഴക്കാവൂലേ? അതുകൊണ്ട് അത് വേണ്ട. എന്തായാലും ചോദിച്ചത് നല്ല സമയത്താ. അതെന്ത് പറ്റി? നല്ല സമയമായിരുന്നു. അല്ല, ഞാൻ എന്നോട് സംസാരിക്കണമെന്ന് വിചാരിച്ചപ്പോഴാ ചോദിച്ചത്. കേട്ടാ? ഈ എന്നാലും എന്നെ ചോദിച്ചല്ലോ മോളെ. എനിക്ക് എന്തൊരു സങ്കടം പോലെ അങ്ങനെ കേട്ടപ്പോ. ഷോ, അതിനൊക്കെ എന്നാത്തിനാണ് സങ്കടപ്പെടണേ? എനിക്ക് അങ്ങനെ ഭയങ്കര സങ്കടമാവും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സങ്കടപ്പെട്ടാലേ പിന്നെ അതിനുള്ളേ എനിക്ക് സമയം വരൂ. എന്നാലും എനിക്കറിയാം. എന്ത്? എന്നെ വിട്ടു പോകുന്ന? ഇനി വിട്ടു പോവില്ല. നന്നായിട്ട് അറിയാവോ? പിന്നെ അങ്ങനൊന്നും പോവില്ല അല്ലേ? അല്ല, ഈ ചിലപ്പോൾ പിണങ്ങുമ്പോൾ എൻ്റെ വീട്ടിൽ പോകില്ലേ? അത് പിണങ്ങിയാലൊന്നും ഞാൻ പോകത്തില്ല. അടി ഉണ്ടായാലും പോവില്ലേ? അതെയാവോ? അപ്പം ഞാൻ എവിടെ പോകും അടി കൂടിയാൽ? നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊപ്പം പോകും. ഈ അതാലോചിച്ചിട്ടുണ്ടാ? നിങ്ങൾ എവിടെ പോവാ? ഞങ്ങൾ എൻ്റെ അടുത്ത് തന്നെ വരുള്ളൂ. അപ്പം അത് നല്ല ഉറപ്പുണ്ടല്ലേ? പിന്നെ തിരിച്ചു ആ ഒരു ഉറപ്പ് മനസ്സിലുണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ പൊന്നുപോലെ കൊണ്ടു കിടക്കണം കേട്ടോ. ഒരു കുറവില്ലാതെ കൊണ്ടുപോകണ്ടേ? എന്നാലും ചില കുറവൊക്കെ വരും. അതെന്തുവാ? എൻ്റെ സ്വഭാവം പോലെ ഇരിക്കും. എന്റെ സ്വഭാവം നല്ല സ്വഭാവം. ഞാൻ പാവം കുട്ടിയാ. അതെല്ലാവരും പറയുന്നുണ്ട് സ്കൂളിൽ കൊണ്ടാക്കണമെന്ന് കുട്ടിയെ. എനിക്കിട്ടൊന്നും തന്നതാലോ. നല്ല കൊച്ചു കുട്ടിയല്ലേ? പിന്നെ എല്ലായിടത്തും പറയത്തില്ല ഞാൻ കൊച്ചു കുട്ടിയാ, എനിക്കൊന്നും ഞാൻ അറിയത്തില്ല. ഞാൻ എല്ലായിടത്തൊന്നും പറയത്തില്ല, നിങ്ങളോട് മാത്രം പറയുള്ളൂ. എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ എല്ലാവരോടും പറയുന്നുണ്ടത്. കൊച്ചു കുട്ടിയല്ലേ, ഒന്നും പറയല്ലേ, പാപം കുട്ടിയാ, ഭയങ്കര സ്നേഹമാ, എല്ലാം പറയുന്നുണ്ട്. പോരെ, അതിൻ്റെ അപ്പുറം എല്ലാം പറയണോ? നിങ്ങളൊന്നും പറയണ്ട. ഷോ, മതിയായോ? പിന്നെ പറഞ്ഞിടത്തോളം മതിയായി. ഇനി എനിക്കൊന്നും പറയില്ല. ഈ അല്ലേ പറയണേ എപ്പോഴും പണിയെടുക്കാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതാ, അല്ലാണ്ട് പറയാൻ പറ്റുമോ? ഓയ്, എന്നെത്രത്തോളം ഇഷ്ടമുണ്ട് അത് പിന്നൊരു സമയത്ത് പറഞ്ഞുതരാം, ഇപ്പം അത് പറയാൻ കഴിയില്ല. അതെന്താ? സിറ്റുവേഷൻ വളരെ മോശമല്ലേ? അത് കുറച്ച് കഴിയട്ടെ, ഈ കുറച്ച് കഴിഞ്ഞ് വിളിക്കൂലേ, അപ്പം ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട്.